ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ പ്രധാനമായും എടുക്കാൻ പോകുന്നത് ഡിസൈൻ എഞ്ചിനീയറിംഗിലെ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. ദാറ്റ് ഈസ് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, ദെൻ സപ്ലൈ ചെയിൻ ആൻഡ് ഇൻവെന്ററി, ആൻഡ് ഫൈനലി മാനുഫാക്ചറിംഗ് ഓർ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പെയറായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കാരണം ഇത് രണ്ടും ഈ മ്യൂച്വലി റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു പെയറായിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് പ്ലാനിങ്ങിൽ വരുന്നത് നമുക്ക് നോക്കാം. പ്ലാനിംഗ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫൈയിങ് ദി കീ ആക്ടിവിറ്റീസ് ഇൻ എ പ്രോജക്റ്റ് ആൻഡ് ഓർഡറിംഗ് ദം ഇൻ എ സീക്വൻസ് ഇൻ വിച്ച് ദേ ഷുഡ് ബി പെർഫോംഡ്. അതായത് പ്ലാനിങ്ങിൽ പ്രധാനമായും ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു പ്രൊജക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പം അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിരിക്കും അല്ലേ. അതിപ്പം പ്രൊജക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഡിസൈനോ എന്ത് ആയിക്കോട്ടെ, അതിലെന്താണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെ നമ്മളൊരു പ്രോപ്പറായിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളൊരു സപ്പോസ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക, നമ്മൾ ആദ്യം ഒരു ഫ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ റിക്വയർമെന്റ്സ് വെച്ചിട്ട് ഒരു ഡ്രോയിങ് കൺസ്ട്രക്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ ഇറങ്ങുള്ളൂ അല്ലേ. തിരിച്ച് നമ്മൾ ആരും ഒരിക്കലും ചെയ്യാറില്ല ആദ്യം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ട് ഇതിൽ ഒരു ഓർഡർ ഉണ്ടാകും ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനുള്ളത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കാം. എ ഫേമസ് ബിസിനസ് സെയിങ് ഈസ് time is money. Achieving things with minimum time delay needs proper planning and schedule, which is another key activity in the process of engineering design. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിസൈനിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരമാവധി കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു എഞ്ചിനീയറിംഗ് ഡിസൈനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. അപ്പോൾ വളരെ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട അത്യാവശ്യമായുള്ള ഒരു കാര്യമാണ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്ലാനിങ്ങും ഷെഡ്യൂളിംഗ് കൊണ്ടാണ് നമുക്ക് എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ടൈം ബോണ്ട് ആയിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ പറയുന്നത് ടൈം ഈസ് മണി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ടൈം ഈസ് മണി എന്ന് പറയാൻ കാരണം നമുക്കറിയാം സമയം എന്ന് പറയുന്നത് എന്താണ്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സമയം എന്നുള്ളത്. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനും ചെയ്ത് ഷെഡ്യൂളിങ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈം ഈസ് മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഈസ് മസ്റ്റ് ഫോർ ലാർജ് കൺസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ പ്രൊജക്ട്സ്. അപ്പം ഒരു ലാർജ് പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ലാർജ് കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ഇല്ലാതെ നമുക്ക് യാതൊരു കാരണവശാലും ആ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് പോലും ചെയ്യരുത്. ഓക്കെ, കാരണം ആ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് കോമ്പണൻസ് ഇല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ ഫൈനലായിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് സക്സസ് ആവുള്ളൂ. ഓൾറൈറ്റ്, ഡിസൈൻ പ്രൊജക്ട് of all magnitude can achieve maximum benefits by adopting simple planning and scheduling techniques to a large extent. അപ്പോൾ യൂഷ്വലി നമ്മൾ ലാർജ് പ്രൊജക്ട്സിനും കൺസ്ട്രക്ഷൻസിനും ഒക്കെയാണ് ഈ പ്ലാനിങ്ങും ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യാറുള്ളതെങ്കിലും നമ്മൾ വളരെ ചെറിയ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ചെറിയ പ്രൊജക്ട്സിനും ഈ പറഞ്ഞ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെ എഫക്റ്റീവായിട്ട് നമ്മളുടെ ആ ഒരു ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻ പ്ലാനിങ് ദ കീ ആക്ടിവിറ്റീസ് ഇൻ എ പ്രൊജക്റ്റ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ലേറ്റർ ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ ഓർഡർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നുകൂടെ റീകോൾ ചെയ്യുക. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസിനെ ഒരു പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിലൂടെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓൺ ദി അതർ ഹാൻഡ് ഷെഡ്യൂളിംഗ് കൺസിസ്റ്റ് ഓഫ് പുട്ടിംഗ് ദി പ്ലാൻ ഇൻ ടു ദി ആക്ഷൻ ബേസ്ഡ് ഓൺ എ കലണ്ടർ. അപ്പം ഷെഡ്യൂളിങ്ങിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാൻ നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ എന്ത് സീക്വൻസിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറേഞ്ച് ചെയ്ത് വെച്ച് അത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഷെഡ്യൂളിംഗ് ആണ്. കാരണം നമുക്കറിയാം പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും ഓരോ പ്രോസസ്സിനെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനെയും. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇന്ന ഡേറ്റിൽ ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഷെഡ്യൂളിങ്ങിലൂടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദ സിംപ്ലസ്റ്റ് ഷെഡ്യൂളിംഗ് ടൂൾ അവൈലബിൾ ഈസ് ദി ബാർ ചാർട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റുന്നത് ബാർ ചാർട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാർ ചാർട്ടൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷെഡ്യൂളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
എ Gantt chart is a special kind of bar chart which describes a project schedule. അപ്പോൾ യൂഷ്വലി നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഈ പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരു ഗണ്ട് ചാർട്ടിലൂടെയാണ്. ഓക്കെ, ഗണ്ട് ചാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗണ്ട് ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദ ടെർമിനൽ എലമെന്റ്സ് ആൻഡ് കോമ്പാക്ട് എലമെന്റ്സ് ഷോ സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ്സ് ഓഫ് എ പ്രൊജക്ട്. അപ്പോൾ ഗണ്ട് ചാർട്ടിൽ എന്താണുള്ളത്, ബാർ എലമെന്റ്സ്, അതായത് സ്റ്റാർട്ടിങ് ബാറിന്റെ ലെങ്ത് ആയിരിക്കും എന്ത്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തീരുമാനിക്കുന്നത്. ഓക്കെ, ദ ഇലാപ്സ്ഡ് ടൈം ഈസ് ഷോൺ ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ദി ആക്ടിവിറ്റീസ് ആർ ഇൻഡിക്കേറ്റഡ് വെർട്ടിക്കലി. അപ്പോൾ ആക്ടിവിറ്റീസ് വെർട്ടിക്കലും ടൈം ഇലാപ്സ്ഡ് ഹൊറിസോണ്ടലും ആയിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. സോ നമുക്ക് ആ ഒരു ഫിഗറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ഗണ്ട് ചാർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന വേരിയസ് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലാനിങ്, റിസർച്ച്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ഫോളോ അപ്പ്. ഈ 4 എണ്ണമാണ്, ഈ ഒരു 5 എണ്ണമാണ് എന്ത്, ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ടാസ്കുകൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആക്ടിവിറ്റീനെ ടാസ്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കും. എക്സ് ആക്സിസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ്, കലണ്ടറിലുള്ള ടൈം, അല്ലെങ്കിൽ കലണ്ടറിലുള്ള ടൈം എന്നല്ല, നമ്മൾ എന്താണ് ടൈമിനെയാണ് പ്രധാനമായും എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ യൂഷ്വലി ഒരു പ്രൊജക്റ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ചെയ്യുക, പ്ലാൻ ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്ലാനിങ് ഏകദേശം ജനുവരി 2019 തൊട്ടിട്ട് ഏകദേശം മാർച്ച് 2019 വരെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. ദെൻ റിസർച്ച്, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് റിസർച്ച് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ ആ റിസർച്ച് സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, പ്ലാനിങ്ങിൻ്റെ ഒരു ഹാഫ് ഒക്കെ എത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 1/3 ഒക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ എന്താണ് റിസർച്ച് വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ലൈക്ക് ദാറ്റ് നമ്മൾ എന്താണ് ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ഫോളോ അപ്പ് ഒക്കെ തന്നെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് എന്താണ് ഈ ഒരു ഓവറോൾ പ്രൊജക്റ്റിൻ്റെ ഷെഡ്യൂളിങ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനും ഏകദേശം നമുക്ക് കിട്ടും ജൂലൈ 2019 എന്നുള്ളത് ഈ ഒരു സിമ്പിൾ ഗണ്ട് ചാർട്ടിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗണ്ട് ചാർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗണ്ട് ചാർട്ടിനെ കുറിച്ചിട്ട്. ഇനി കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കുകളുണ്ട്. അതും കൊണ്ട് വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം എന്താണെന്നുള്ളത്. ഫോർ ഷെഡ്യൂളിംഗ് large engineering projects, 2 scheduling systems were introduced in the late 1950s based on network concept called critical path method and program evaluation and review technique. അപ്പം CPM per 2 എന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിന് പറയുന്നത്. അതായത് വളരെ വലിയ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സുകൾ ഉണ്ടാവും, അതായത് വലിയ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സിലൊക്കെ നമ്മൾ ഷെഡ്യൂളിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഈ ഗണ്ട് ചാർട്ടിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഒരു പരിധിയിൽ കൂടുതൽ, ഇല്ലെങ്കിൽ വലിയ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗണ്ട് ചാർട്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ CPM-ഉം പെർട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെക്നിക്സ് ആണ് ഈ CPM-ഉം പെർട്ടും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം നിങ്ങൾക്ക് എന്തായാലും ഹയർ സെമസ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് അറിഞ്ഞിരിക്കുക, CPM-ഉം പെർട്ടും. All these planning and scheduling tools can be profitably applied in both simple individual projects as well as complicated engineering projects. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് എത്രത്തോളം വലുതാവണം ചെറുതാവണം എന്നൊന്നുമില്ല, എന്നിരുന്നാലും നമ്മൾ എന്താണ് ഈ പ്രോപ്പറായിട്ട് ഷെഡ്യൂളിങ്ങും പ്ലാനിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു പ്രൊജക്റ്റ് പ്രോഫിറ്റബിളി അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാലും നമ്മൾ യൂഷ്വലി എന്താണ് വലിയ വലിയ പ്രൊജക്ട്സാണ് കൂടുതലായിട്ട് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് സപ്ലൈ ചെയിൻ ആൻഡ് ഇൻവെന്ററി എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം എന്താണ് സപ്ലൈ ചെയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എ സപ്ലൈ ചെയിൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻ ദാറ്റ് പെർഫോംസ് ദി ഫംഗ്ഷൻസ് ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽ ഇൻടു ഇന്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ സപ്ലൈ ചെയിനിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട്, അതായത് പലതരം മെക്കാനിക്കൽ ഓപ്പറേഷൻസിലൂടെയോ ഇല്ലെങ്കിൽ പലതരം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്താണ് ആ ഒരു മെറ്റീരിയൽസിനെ നമുക്ക് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റണം അല്ലേ. ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റിയിട്ട് മാത്രം കാര്യമില്ല, അതിനെ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ തന്നെ നമുക്കറിയാം ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. സെല്ലേഴ്സും അതായത് ഹോൾസെയിലേഴ്സ് ആയിട്ടും റീറ്റെയിലേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് ഇൻ്റർമീഡിയറ്റ് ആളുകൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഈ സപ്ലൈ ചെയിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. A point to be kept in mind that manufacturing concerns include both logistics and distribution. So they
ഫോം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിസൈൻ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ലോജിസ്റ്റിക്സും ഡിസ്ട്രിബ്യൂഷനും. കാരണം നമുക്കൊരു പ്രൊഡക്റ്റിനെ ഈസി ആയിട്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അത് നമുക്ക് എന്താണ് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പം ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്ന വലിയ വലിയ ബെഡുകളും അതുപോലെ ടേബിൾസും ചെയർസും ഒക്കെ തന്നെ എന്താണ് നമുക്ക് കിട്ടുന്നത്, അത് ബേസിക്കലി ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ബേസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ. എന്നാൽ മാത്രമേ അതിനെ ഈസി ആയിട്ട് തന്നെ അല്ലേ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും എന്താണ് അത് പാർട്സ് ആയിട്ടായിരിക്കും കിട്ടുക അല്ലേ. അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വൽ പാർട്സിന് നമ്മൾ അസംബിൾ ചെയ്തിട്ടാണ് ഫൈനൽ ടേബിളോ ചെയറോ സോഫയോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ആ ഒരു മാനുഫാക്ചറിൻ്റെ സമയത്ത് തന്നെ ലോജിസ്റ്റിക്സിനെയും ഡിസ്ട്രിബ്യൂഷനെയും കൺസിഡർ ചെയ്തുകൊണ്ട് മാനുഫാക്ചർ ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഈ സപ്ലൈ ചെയിനിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയത് അല്ലേ. അല്ലാതെ നമുക്ക് അറിയാം ഒരിക്കലും ഒരു വലിയൊരു ടേബിളൊക്കെ തന്നെ വളരെ ദൂരത്ത് നിന്ന് എത്തിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചലഞ്ചാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ അത്തരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈനിൻ്റെ സമയത്ത് ലോജിസ്റ്റിക്സിനെയും ഡിസ്ട്രിബ്യൂഷനെയും കൺസിഡർ ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ചെയ്യാനുള്ളത് അറിഞ്ഞിരിക്കുക. മെനി കമ്പനീസ് ഹാവ് ഫോംഡ് ലിങ്ക്സ് ബിറ്റ്വീൻ സപ്ലൈസ് ഓഫ് മെറ്റീരിയൽസ് നീഡഡ് ടു മേക്ക് എ പ്രോഡക്റ്റ്, the fabricators who manufacture that product, and the channels need to be effectively distribute the finished products. അപ്പം മെയിനായിട്ട് കമ്പനീസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് വേണം അല്ലേ. ആ റോ മെറ്റീരിയൽസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് പലതരം ഓപ്പറേഷൻസിലൂടെ നമുക്ക് എൻഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റണം അല്ലേ. ആ ഒരു മാറ്റിയ പ്രൊഡക്റ്റിനെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെയും ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ ഒക്കെ തന്നെ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും എത്തിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ വരുന്നത് എന്താണ്, ദീസ് സെറ്റ്സ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് സപ്ലൈ ചെയിൻസ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്താണ് റിലേറ്റഡ് ആണ്. ആൻഡ് അതിനെ ടുഗദർ നമ്മൾ പറയുന്നതാണ് എന്ത് സപ്ലൈ ചെയിൻ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 3 ഓപ്പറേഷൻസ്. ഇത് കാരണം എന്താണ്, എന്തൊക്കെയാണ് ഈ 3 ഓപ്പറേഷൻസ്? നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സപ്ലയർ ഓഫ് മെറ്റീരിയൽ ഫോർ പ്രൊഡക്റ്റ്. ആദ്യം നമുക്ക് വേണ്ട മെറ്റീരിയൽസ്, അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക എന്നുള്ളത് അല്ലേ. ദെൻ എന്ത് ചെയ്യുക, ഫാബ്രിക്കേറ്റ് ചെയ്യുക. ആ ഒരു സപ്ലൈ ചെയ്ത റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുക. ദെൻ അതിനെന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. ആൻഡ് വീണ്ടും ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവുക. സോ ഇതാണ് മെയിനായിട്ട് സപ്ലൈ ചെയിനിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻവെൻട്രി എന്താണെന്നുള്ളതാണ്. ഓക്കെ, so inventory is a stock of goods, materials or held for operations or sale or for processing before being sold. അപ്പോൾ ഇൻവെൻട്രി എന്നുള്ളത് ബേസിക്കലി എന്താണ്, നമ്മളുടെ ഗുഡ്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രൊഡക്ട്സിനെയൊക്കെ തന്നെ ഒരു സ്റ്റോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് നമ്മളുടെ ഇൻവെൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് ജസ്റ്റ് ആ ഒരു കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്ര സ്റ്റോക്ക് അവൈലബിൾ ആണ്, ഇന്ന ലൊക്കേഷനിലാണ് കിടക്കുന്നത് എന്നൊക്കെ തന്നെ കാണാൻ സാധിക്കും. വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ചെറിയ രൂപമാണ്. മാത്രമല്ല നമ്മളെ വലിയ വലിയ ഇ കൊമേഴ്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈസി ആയിട്ട് ഇൻവെൻട്രീസിനെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എ കോമൺ ഇൻവെൻട്രി പ്ലാനിങ് ടെക്നിക് ഈസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, യൂട്ടിലൈസേഷൻ ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. അപ്പം ഇൻവെൻട്രി പ്ലാനിങ് ടെക്നിക്കുകളാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, യൂട്ടിലൈസിങ് ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഒക്കെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കുറേ ടോപ്പിക്കുകളാണ്. നമുക്ക് സർഫസ് ലെവലിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇൻവെൻട്രി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഇൻവെൻട്രിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. കീപ് ട്രാക്ക് ഓഫ് യുവർ ഇൻവെൻട്രി ആൻഡ് ഓഫേഴ്സ് എ സെൻട്രലൈസ്ഡ് വ്യൂ ഓഫ് സ്റ്റോക്ക്. അപ്പോൾ ഇൻവെൻട്രിയിലൂടെ നമ്മളെടുത്ത സ്റ്റോക്കിനൊക്കെ തന്നെ ഈസി ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. കൺട്രോൾസ് യുവർ കോസ്റ്റ് ബൈ മേക്കിംഗ് സ്റ്റോക്ക് റിപ്പോർട്ട്സ് ഫോർ അനാലിസിസ് ഫോർ യുവർ ഇൻവെൻട്രി. അപ്പോൾ ഇവിടെ കോസ്റ്റ് സ്റ്റോക്ക് റിപ്പോർട്ടിലൂടെ, അതായത് നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതിലൂടെ നമുക്ക് എന്താണ് പിന്നീട് അതായത് സ്റ്റോക്ക് എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഷോർട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്സ് യുവർ ഡെലിവറി ബൈ മാനേജിങ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് മീറ്റിംഗ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്.
അപ്പം നമുക്കറിയാം കൂടുതൽ സെയിലുള്ള പ്രൊഡക്ട്സിനൊക്കെ തന്നെ ഈ ഒരു ഇൻവെൻട്രീൻ്റെ സഹായത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കാനും സാധിക്കും. മാനേജസ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ബൈ അനലൈസിങ് ഡാറ്റ ട്രെൻഡ്സ്. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രിയിലൂടെ നമുക്ക് എന്താണ് ഒരുപാട് ഡാറ്റാസ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും നീഡ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫ്യൂച്ചറിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ തന്നെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ ഡാറ്റ ട്രെൻഡ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. റെഡ്യൂസസ് ദി ടൈം ഫോർ മാനേജിങ് ഇൻവെൻട്രി ബൈ കീപ്പിംഗ് റെക്കോർഡ്സ് ഇൻ പ്ലേസ്. സോ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡിലൂടെ നമുക്ക് എന്താണ് ഇൻവെൻട്രി മാനേജ് ചെയ്യാനുള്ള ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും ഇൻവെൻട്രിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് മാനുഫാക്ചറിങ് അഥവാ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻസും ഒരു പരിധി വരെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ ചെറിയ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് മുന്നിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. കൺസ്ട്രക്ഷൻ ഈസ് മേക്കിംഗ് അപ്പ് ഓഫ് സംതിങ് ഫ്രം ദി ഗ്രൗണ്ട്. അപ്പം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്, ബ്രിഡ്ജ്, ഡാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതായത് നമ്മൾ എർത്തിൻ്റെ സർഫസിൽ ചെയ്യുന്ന വർക്കുകളെയാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാനുഫാക്ചറിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് മീൻസ് യൂസിങ് റോ മെറ്റീരിയൽസ് ആൻഡ് പ്രിപ്പയറിംഗ് എ പ്രോഡക്റ്റ് വിത്ത് എ സ്പെസിഫിക് യൂസ്. അപ്പം ഈ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചെടുക്കുക. അതൊരു പെർട്ടിക്കുലർ യൂസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യം മാനുഫാക്ചർ ചെയ്തെടുക്കുക. അതിന് എക്സാമ്പിളാണ് എന്ത് മാനുഫാക്ചറിങ് ഓഫ് എ ലാമ്പ്, കൂളർ, കാറ്, മ്യൂസിക് സിസ്റ്റം, ലാപ്ടോപ്പ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾ പറയാറുണ്ടോ ലാപ്ടോപ്പ് കൺസ്ട്രക്ട് ചെയ്തെന്ന് പറയാറുണ്ടോ? ഇല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാറില്ല. ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്തതെന്നാണ് പറയുക. അപ്പം എന്താണ് കൺസ്ട്രക്ഷൻ, എന്താണ് മാനുഫാക്ചറിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസ്ട്രക്ഷൻ ഇംപ്ലിക്കേറ്റ്സ് ദി പ്രൊസീജിയർ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഫെസിലിറ്റി. അപ്പം കൺസ്ട്രക്ഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഫെസിലിറ്റിയോ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the major difference between construction and manufacturing is that manufacturing usually include bulk production of similar goods without a specific buyer, whereas construction normally occurs on a specific site for a specific purchaser അല്ലെങ്കിൽ സ്പെസിഫിക് കസ്റ്റമർ. സോ നമുക്കറിയാം മാനുഫാക്ചറിങ്ങിൽ എന്താണ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ നിർമ്മിക്കുക അല്ലേ. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു ഫോൺ ഉണ്ടാക്കിയാൽ അത് ആർക്ക് കിട്ടുന്ന ഓൾറെഡി നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും കഴിയില്ല. അത് ആ ഒരു ആവശ്യമുള്ള കസ്റ്റമേഴ്സിനായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. അവിടെ ബയേഴ്സിനെ സ്പെസിഫൈ ചെയ്തിട്ടല്ല നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. എന്നാൽ കൺസ്ട്രക്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നേരെ തിരിയാണ് ചെയ്യുന്നത്. എന്താണ് അവിടെ കൺസ്ട്രക്ഷൻ എന്താണ് സ്പെസിഫിക് സൈറ്റിലായിരിക്കും, അതുപോലെ സ്പെസിഫിക് കസ്റ്റമർ ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ഷനിൽ വരിക അല്ലേ. കാരണം നമുക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷന് ഒരാളുടെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ കുറച്ചുകൂടെ എന്തായിരിക്കും എക്സ്പെൻസീവ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു മാനുഫാക്ചറിങ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻസിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ കൺസ്ട്രക്ഷനും മാനുഫാക്ചറിങ്ങിനൊക്കെ കുറിച്ചിട്ട് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് പ്ലാനിങ്, ഷെഡ്യൂളിങ്, പിന്നെ അതുപോലെ ഡ്രോയിങ്, മാർക്കറ്റ് സർവേ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളിന്ന് പ്രധാനമായും എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.